Hi guys, welcome to my channel Learn to Code from Zero to Hero. Spend some time to learn coding. What skills do you need to learn coding? Ability to read and write English, knowledge of basic mathematics, logical reasoning, common sense, coding skill. കുറച്ച് സമയം കോഡിംഗ് പഠിക്കാനായി ചെലവഴിക്കുക. എന്തൊക്കെ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം? ഒരു ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കാനുമുള്ള അത്യാവശ്യമായ അറിവ് വേണം. ബേസിക് മാത്തമാറ്റിക്സിൽ കുറച്ച് സാമാന്യമായ അറിവ്, ലോജിക്കൽ റീസണിങ്, കോമൺ സെൻസ് ആൻഡ് കോഡിംഗ് സ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം. ടിപ്പ് ഫോർ ദ ഡേ: അച്ചീവ് സെൽഫ് കോൺഫിഡൻസ്. Get ready to learn basic, constants and variables. Before coming to constants and variables, we should learn what is character set. നമ്മൾ constants and variables പഠിക്കുന്നതിന് മുൻപേ character setനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിലാദ്യം, in order to write program or to code, we use character set. Character set denotes any letter, digit, punctuation mark, etc. Alphabets A to Z 26 characters, numerals 0 to 9 10 characters, and special characters like plus, minus, asterisk, division, left parenthesis, right parenthesis, comma, semicolon, colon, dollar, exponentiation, equal, decimal, greater than symbol, less than symbol, double quotes. Thus, there are total 52 characters. Only these characters are allowed to use statements in basic. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ആദ്യം ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതായത് കുറച്ച് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ് അല്ലെങ്കിൽ പഞ്ച്വേഷൻ മാർക്ക് തന്നിട്ടുണ്ട്. ആ പറയുന്ന ലെറ്റേഴ്സും ആ പറയുന്ന ഡിജിറ്റ്സും ന്യൂമറൽസ് അല്ലെങ്കിൽ ആ പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ബേസിക്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഫോം ചെയ്യുന്നത് പല പല ക്യാരക്ടേഴ്സ് കൂടിയിട്ടാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ക്യാരക്ടർ സെറ്റ് ഒബേ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസിക്കൽ ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ലൈൻ നമ്പർ വേണം. ആൻഡ് ദാറ്റ് ലൈൻ നമ്പർ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് പോണത് എന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺസ്റ്റൻസിനെ കുറിച്ചും വേരിയബിൾസിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. Constants are divided into numeric constant and string constant. Numeric constants. Constant are those that do not change while executing the program. അപ്പം പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാറാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ന്യൂമറിക് കോൺസ്റ്റൻറ്റ് അതിൽ +95 പോസിറ്റീവ് ഇൻറ്റിജർ, -135 നെഗറ്റീവ് ഇൻറ്റിജർ, 62.5 പോസിറ്റീവ് റിയൽ, -5.2 നെഗറ്റീവ് റിയൽ. അങ്ങനെ ന്യൂമറിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കാര്യം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. അടുത്തത് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. എനി സെറ്റ് ഓഫ് വാലിഡ് ബേസിക് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ കൊട്ടേഷൻ മാർക്സ്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഡബിൾ കോഡ്സിൽ RD ശർമ്മ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? അതൊരു സ്ട്രിംഗ് കോൺസ്റ്റൻ്റാണ്. എന്തുകൊണ്ടാണ് അത് സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയത്? ബിക്കോസ് ദാറ്റ് ഇസ് കെപ്റ്റ് ഇൻ ഡബിൾ കോഡ്സ്. അതേപോലെ ഡബിൾ കോഡ്സ് തന്നെ A+B എഴുതിയിട്ടുണ്ട്. അതും എന്താണ്? സ്ട്രിംഗ് കോൺസ്റ്റൻ്റ്. കാലിക്കറ്റ് അതും ഡബിൾ കോഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻസ് ആർ ദോസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് വൈൽ എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാം. അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതി റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ വരാത്തത് എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. Moreover, we should know 3456 is a numeric constant, whereas double quotes 3456 double closing double quote is a string constant. ഇവിടെ ഒരു എക്സാമ്പിൾ, പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ലൈൻ നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു 10, പ്രിന്റ് വെയിറ്റ് ഡബിൾ കോഡ്സ് ഈക്വൽ ഡബിൾ കോഡ്സ് സെമിക്കോളൻ 5 സെമിക്കോളൻ പിന്നെ ഡബിൾ കോഡ്സിൽ KGS കൊടുത്തിട്ടുണ്ട് 5 kilos. 20 പ്രിന്റ് കോസ്റ്റ് ഈക്വൽ ₹250. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? 20 പ്രിന്റ് ഓപ്പണിംഗ് കോട്ട് ഡബിൾ കോട്ട് കോസ്റ്റ് ഈക്വൽ ₹, ക്ലോസിംഗ് ഡബിൾ കോട്ട് സെമിക്കോളൻ 250 എന്നാണ് എഴുതിയിരിക്കുന്നത്. 30 പ്രിന്റ് ഓപ്പണിംഗ് ഡബിൾ കോട്ട് റേഷ്യോ ഈക്വൽ ക്ലോസിംഗ് ഡബിൾ കോട്ട് സെമിക്കോളൻ 250
/5 250 by 5 50 കിട്ടും നമുക്ക് 40 എൻഡ്. അടുത്തത് വാരിയബിൾസ്. വാരിയബിൾസ് ആർ ദോസ് ദറ്റ് ചേഞ്ച് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാം എഴുതി റൺ ചെയ്യുന്ന സമയത്ത് മാറുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാരിയബിൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ തന്നിരിക്കുന്നത് 10 റീഡ് L, B. എല്ലും ബിയും എന്താണ് ഇവിടെ, വാരിയബിൾസ് ആണ്. 20 let A equal to L into B. 30 print L, B, A. 40 data 10, 20. 50 end. ഇവിടെ 10 read L, B. read എന്ന് പറഞ്ഞ റിസർവ്ഡ് വേർഡ് ആണ് ബേസിക്കല്. L, B. L, B എന്ന് പറഞ്ഞ രണ്ട് വാരിയബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 20ൽ let A equal to L into B. let ഒക്കെ നമ്മൾ അടുത്ത് തന്നെ പഠിക്കുന്നതായിരിക്കും. 30 print L, B, A. data 10, 20, 50 end. അപ്പോൾ L റീഡും ഡാറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ L എന്ത് ചെയ്യും, 10 എടുക്കും, B എന്ത് ചെയ്യും, 20 എടുക്കും. L will take 10 and B will take 20. അപ്പോൾ നെക്സ്റ്റ് ലൈൻ സ്റ്റേറ്റ്മെന്റ് 20 let A equal to L into B. എയിൽ എന്ത് സംഭവിക്കും, L into B. എല്ലിൽ ഇപ്പോൾ ഓൾറെഡി എന്താ ഉള്ളത്, 10, ബിയിൽ 20. ഇപ്പോൾ 10 into 20 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 200. ആ 200 ആരാണ് എടുക്കുന്നത്, എ എന്ന് പറയുന്ന വേരിയബിൾ ആണ് അത് എടുക്കുന്നത്. അപ്പോൾ 30 ലൈൻ നമ്പറിൽ പ്രിന്റ് L, B, A. എല്ലിൽ എന്താ ഉള്ളത് ഓൾറെഡി 10, 20, 200. അതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. The variables L, B are allocated 3 memory locations, namely L, B and values L equal to 10 and B equal to 20 are read and stored in L and B. The final result A equal 10 into 20 equal 200 is stored in variable A. So the output statement is as follows: 10, 20, 200. Variables are divided into numeric variables and string variables. Numeric variables are used to store numeric constant and string variables are used to store string constant. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാറാത്ത എന്താണോ അതാണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. എന്നാൽ വാരിയബിൾസ് എന്ന് പറയുന്നത് എന്താ, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ മാറുന്നത് അതിനെയാണ് നമ്മൾ വാരിയബിൾസ് എന്ന് പറയുന്നത്. വാരിയബിൾസ് രണ്ട് തരത്തിലാണുള്ളത്, ന്യൂമറിക് വാരിയബിൾസും സ്ട്രിംഗ് വാരിയബിൾസും. ന്യൂമറിക് വാരിയബിൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ന്യൂമറിക് കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. സ്ട്രിംഗ് വാരിയബിൾസ് യൂസ് ചെയ്യുന്നത് സ്ട്രിംഗ് കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് സ്ട്രിംഗ് വാരിയബിൾസ് യൂസ് ചെയ്യുന്നത്. സ്ട്രിംഗ് വാരിയബിൾസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ എ സിംഗിൾ ലെറ്റർ ഫോളോഡ് ബൈ എ $. നെയിം $, ഇയർ $, പ്രൊഫഷൻ $. ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് വാരിയബിൾസിന്റെ പേര് എന്താണ്, $, $, $. Recap. We discussed character set. Character setനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, കോൺസ്റ്റൻസും ടൈപ്സ് ഓഫ് കോൺസ്റ്റൻസും ഡിസ്കസ് ചെയ്തു. അതേപോലെ നമ്മൾ വാരിയബിൾസും ടൈപ്സ് ഓഫ് വാരിയബിൾസും ഡിസ്കസ് ചെയ്തു. Hope this is clear and useful for you. Thank you.